2017 ഇറങ്ങിയ ഒരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ബിയോണ്ട് സ്കൈലൈൻ. അന്യഗ്രഹ ജീവികൾ മനുഷ്യരുടെ തലച്ചോറ് ഉപയോഗിച്ച് റോബോട്ട്സിനെ ഉണ്ടാക്കുന്നതും ആ റോബോട്ട്സിനെ ഉപയോഗിച്ച് ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമാണ് സിനിമയുടെ ഇതിവൃത്തം. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ മാർക്ക് അവന്റെ മകൻ ജെയിംസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. എന്തോ അടിപിടി കേസിനാണ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. മാർക്കും യഥാർത്ഥത്തിൽ ഒരു പോലീസാണ്. ഈ സ്റ്റേഷനിൽ തന്നെയാണ് മാർക്ക് ജോലി ചെയ്യുന്നതും. അതിനാൽ ഗാർഷ്യ എന്ന മറ്റൊരു പോലീസ് ജെയിംസിനെ നൈസായിട്ട് കേസിൽ നിന്ന് ഊരിവിട്ടു. സ്റ്റേഷനിൽ നിന്നിറങ്ങിയപ്പോൾ മാർക്ക് ജെയിംസിനെ കുറെ വഴക്ക് പറഞ്ഞു. ശേഷം വീട്ടിൽ പോകാമെന്ന് കരുതി കാറിൽ കയറിയപ്പോൾ കാറ് സ്റ്റാർട്ട് ആകുന്നില്ല. അതുകൊണ്ട് പിന്നെ അവര് ട്രെയിനിൽ പോകാമെന്ന് കരുതി. അങ്ങനെ ട്രെയിനിൽ കയറി സബ്വേയിലൂടെ യാത്ര ചെയ്യുന്നതിനിടയിൽ എന്തോ കാരണത്താൽ പെട്ടെന്ന് ട്രെയിൻ നിന്നു. ഇതേ സമയം തന്നെ സിറ്റിക്ക് മുകളിൽ ഒരു ശോഭയേറിയ നീലപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ട്രെയിനിലെ ജോലിക്കാരി ലൂണ സ്റ്റേഷനിൽ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ സിറ്റി മൊത്തം പവർ കട്ടായിരിക്കുകയാണെന്ന് അറിയാൻ സാധിച്ചു. കുറച്ചു കഴിഞ്ഞതും ഭൂമി കുലുക്കം സംഭവിക്കാൻ തുടങ്ങി. ലൂണ വീണ്ടും സ്റ്റേഷനെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഏലിയൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണെന്നും ഒരു കാരണവശാലും നീലപ്രകാശത്തിനെ നോക്കരുതെന്നുമാണ് സ്റ്റേഷനിലുള്ളവര് പറഞ്ഞത്. എല്ലാവരും അത് കേട്ട് അമ്പരന്നു. ഉടനെ വീണ്ടും ഭൂമി കുലുക്കം സംഭവിച്ചു. അതുകൊണ്ട് എല്ലാവരും ട്രെയിനിൽ നിന്നിറങ്ങി റെയിൽ പാളത്തിലൂടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ നടക്കുന്നതിനിടയിൽ മുകളിൽ സിറ്റിയിൽ അന്യഗ്രഹ ജീവികൾ അലറുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം ഗാർഷ്യ ബാത്റൂമിൽ നിന്നിറങ്ങി വന്നപ്പോൾ സ്റ്റേഷൻ മൊത്തം ശൂന്യമായിട്ട് കിടക്കുന്നതാണ് കണ്ടത്. ജോൺസ് ഒഴികെ ബാക്കി ഓഫീസേഴ്സിനെ ഒന്നും കാണാനില്ല. എല്ലാവരും എവിടെ പോയെന്നോർത്ത് അവരാകെ കൺഫ്യൂഷനിലായി. അപ്പോഴാണ് പുറത്ത് എന്തോ നീലപ്രകാശം ശ്രദ്ധിച്ചത്. സംഭവം ആകാശത്തിലൂടെ പറക്കുന്ന ഏലിയൻ സ്പേസ്ഷിപ്പിൽ നിന്നുമാണ് ആ പ്രകാശം വരുന്നത്. നീലപ്രകാശത്തിനെ നേരിട്ട് നോക്കുന്ന എല്ലാവരും ഹിപ്നോട്ടൈസ്ഡ് ആവുകയാണ്. അങ്ങനെ സിറ്റിയിലുള്ള എല്ലാവരും ഹിപ്നോട്ടൈസ്ഡ് ആയി. അവരെല്ലാം സ്പേസ്ഷിപ്പിന്റെ പിന്നാലെ പോവുകയാണ്. അതിനിടയിൽ അന്ധനായ സാർജ് മാത്രം രക്ഷപ്പെട്ടു. ഇവിടെ മാർക്കും കൂട്ടരും നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചെത്തി. സ്റ്റേഷനിൽ ആരെയും കാണുന്നില്ല. പുറത്ത് ഇപ്പോഴും നീലപ്രകാശമുണ്ട്. അതെന്താണെന്നറിയാനുള്ള കൗതുകത്തിൽ ഒരുത്തി ഓടി പുറത്തുപോയി. ഉടനെ അവള് ഹിപ്നോട്ടൈസ്ഡ് ആയി. അപ്പോൾ ഇതുകൊണ്ടാണ് ലൈറ്റിൽ നോക്കരുതെന്ന് നേരത്തെ റേഡിയോയിൽ പറഞ്ഞതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ജെയിംസ് അവളെ രക്ഷിക്കാൻ നോക്കി. എന്നാൽ അവനും ഹിപ്നോട്ടൈസ്ഡ് ആയി മാറുകയാണ് ചെയ്തത്. അങ്ങനെ അവനും സ്പേസ്ഷിപ്പിന്റെ പിന്നാലെ പോയി. പെട്ടെന്ന് സ്പേസ്ഷിപ്പ് ഹിപ്നോട്ടൈസ്ഡ് ആയ എല്ലാവരെയും മുകളിലേക്ക് വലിച്ചെടുത്തു. ഭാഗ്യത്തിന് മാർക്ക് വന്ന് ജെയിംസിനെ പിടിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് ജെയിംസ് രക്ഷപ്പെട്ടു. ശേഷം അവര് വീണ്ടും സബ്വേയിലൂടെ തന്നെ നടന്നു. കുറെ ദൂരം പോയപ്പോൾ ഇടയ്ക്ക് ഒരിടത്ത് വെച്ച് അവര് മറ്റു ചില സർവൈവേഴ്സിനെ കണ്ടുമുട്ടി. ആ കൂട്ടത്തിൽ ഗാർഷ്യയും ജോൺസും ഒക്കെ ഉണ്ടായിരുന്നു. സിറ്റിയിലുള്ള എല്ലാവരും ഏതെങ്കിലും വിധത്തിൽ എത്രയും വേഗം സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് റേഡിയോ വഴി മിലിറ്ററി അനൗൺസ് ചെയ്യുന്നുണ്ടെന്ന് ഗാർഷ്യ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഭാഗ്യത്തിന് ഈ സബ്വേ സിസ്റ്റത്തിൽ ഈ സിറ്റിയിൽ നിന്നും മറ്റൊരു സിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ടണലുണ്ട്. അതിലൂടെ പോയാൽ സിറ്റിയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമെന്ന് ലൂണയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ആ ടണലിലൂടെ നടന്നു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് അവര് സിറ്റിയിൽ നിന്നും ഒരുപാട് അകലെ എത്തിയപ്പോൾ ചുമരിൽ ഒരു എയർ ഹോൾ കണ്ടു. അതിലൂടെ നോക്കിയപ്പോൾ അകലെ മിലിറ്ററി ജെറ്റുകൾ വന്ന് സ്പേസ്ഷിപ്പുമായിട്ട് യുദ്ധം ചെയ്യുന്നത് കണ്ടു. കുറെ നേരത്തെ യുദ്ധത്തിനൊടുവിൽ ജെറ്റുകൾ ന്യൂക്ലിയർ ബോംബ് അയച്ച് സ്പേസ്ഷിപ്പിനെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു. വിസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സിറ്റി മൊത്തം തകർന്നുപോയി. അപ്പോ ഇതുകൊണ്ടാണ് എല്ലാവരും സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നേരത്തെ മിലിറ്ററി അനൗൺസ് ചെയ്തത്. അകലെ സംഭവിച്ച ബോംബ് വിസ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മാർക്കും കൂട്ടരും നിന്ന സബ്വേ ടണലും തകരാൻ തുടങ്ങി. അതിനാൽ പുറത്തു കടക്കാൻ വേണ്ടി എല്ലാവരും അതിവേഗത്തിലോടി. ഇടയ്ക്ക് ടണല് തകർന്ന് കുറെ പേര് കൊല്ലപ്പെട്ടു. അവസാനം ബാക്കിയുള്ളവര് ടണലിന്റെ സീലിംഗിൽ കണ്ട ദ്വാരത്തിലൂടെ പുറത്തു കടക്കാൻ നിന്നതും പെട്ടെന്ന് ടെന്റക്കിൾസ് ഒക്കെയുള്ള ഒരു ഏലിയൻ വന്ന് അവരെ ആക്രമിച്ചു. അത് ആദ്യമേ തന്നെ ഗാർഷ്യയെ ഇടിച്ചു വീഴ്ത്തി. എന്നിട്ട് നീല ലൈറ്റ് ഉപയോഗിച്ച് ജെയിംസിനെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ നോക്കി. അപ്പോൾ മാർക്ക് ഷോട്ട് ഗൺ എടുത്ത് അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഭാഗ്യത്തിന് ഗാർഷ്യയ്ക്ക് ചെറിയൊരു മുറിവ് മാത്രമേ പറ്റിയുള്ളൂ. എന്തായാലും കൂടുതൽ ഏലിയൻസ് വരുന്നതിന് മുന്നേ നമുക്ക് രക്ഷപ്പെടാമെന്ന് ജോൺസ് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും ഏലിയൻ വീണ്ടും ഉണർന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ അത് ജോൺസിന്റെ തല പൊട്ടിച്ച് തലച്ചോറ് ഇളക്കിയെടുത്തു. അത് കണ്ട് ബാക്കി എല്ലാവരും പകച്ചുപോയി. മാർക്ക് അതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ ബാക്കി എല്ലാവരും സീലിംഗിലൂടെ പുറത്തിറങ്ങി രക്ഷപ്പെട്ടു. അവസാനം മാർക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതും ഏലിയൻ അവനെ വിടാതെ കാലിൽ പിടിച്ചു വെച്ചു. ഭാഗ്യത്തിന് ലൂണയുടെ പക്കൽ ഒരു എമർജൻസി ഫ്ലെയർ ഉണ്ടായിരുന്നു. അത് അവള് മാർക്കിന് എറിഞ്ഞുകൊടുത്തു. മാർക്കാണെങ്കിൽ അതെടുത്ത് സമീപത്ത് കണ്ട കാറിന്റെ പെട്രോൾ ടാങ്കിൽ കുത്തിവെച്ചു. എന്നിട്ട് ഏലിയനെ ഇടിച്ചിട്ടിട്ട് പെട്ടെന്ന് സീലിംഗിലൂടെ പുറത്തു ചാടി. സെക്കൻഡുകൾക്കുള്ളിൽ പെട്രോൾ ടാങ്കിൽ തീ പിടിച്ച് കാറ് പൊട്ടിത്തെറിച്ചു. അത് കാരണം ആ ഏലിയൻ ഭസ്മമായി പോയി.
നേരത്തെ 50 പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആകെ 5 പേര് മാത്രമേ ബാക്കിയുള്ളൂ. നോക്കിയപ്പോൾ അകലെ തകർന്നു വീണ സ്പേസ്ഷിപ്പിന്റെ ഭാഗങ്ങളെല്ലാം കൂടിച്ചേർന്ന് വീണ്ടും സ്പേസ്ഷിപ്പായി മാറിയിരിക്കുകയാണ്. അത് കണ്ട് അവരമ്പരന്നു. ശേഷം അവര് സിറ്റിയിലൂടെ നടന്നു. സിറ്റി മൊത്തം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അങ്ങനെ സിറ്റിയിലൂടെ നടക്കുന്നതിനിടയിൽ ഒരു വലിയ ഏലിയൻ അവരെ ആക്രമിക്കാൻ വന്നു. എന്തായാലും ഇതിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇതിനെ ഫൈറ്റ് ചെയ്യാം, ആ തക്കത്തിൽ നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോളൂവെന്ന് ഗാർഷ്യ പറഞ്ഞു. അങ്ങനെ ഗാർഷ്യ ഏലിയനുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ അവന്റെ ഷോട്ട് ഗൺ ഒന്നും ഏലിയന്റെ രോമത്തിൽ പോലും ഏറ്റില്ല. ഏലിയൻ ആണെങ്കിൽ നിസ്സാരമായിട്ട് ഗാർഷ്യയെ കൊന്നുകളഞ്ഞു. ഈ സമയം അകലെ നിന്നും കുറച്ച് റെസ്ക്യൂ ഹെലികോപ്റ്റേഴ്സ് വരുന്നത് കണ്ടിട്ട് ബാക്കി 4 പേരും ഹെലികോപ്റ്റേഴ്സിനെ ലക്ഷ്യമിട്ട് ഓടുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ ഭീമൻ ഏലിയൻ അവരുടെ മുന്നിൽ വന്ന ഉടൻ തന്നെ അത് ഹെലികോപ്റ്റേഴ്സിനെയൊക്കെ ലേസർ ബീം കൊണ്ട് വെടിവെച്ച് നശിപ്പിച്ചു കളഞ്ഞു. അപ്പോഴേക്കും അവിടെ സ്പേസ്ഷിപ്പും എത്തി. എന്നിട്ട് 4 പേരെയും അത് സ്പേസ്ഷിപ്പിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. ഒപ്പം തടിയൻ ഏലിയനും സ്പേസ്ഷിപ്പിൽ കയറി വന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. സംഭവം ഈ തടിയൻ യഥാർത്ഥത്തിൽ ഏലിയൻ അല്ല, മറിച്ച് ഇത് ശരിക്കും ഒരു റോബോട്ടാണ്. യഥാർത്ഥ ഏലിയൻ ഈ റോബോട്ടിന്റെ ഉള്ളിലിരുന്ന് റോബോട്ടിനെ നിയന്ത്രിക്കുകയായിരുന്നു. യഥാർത്ഥ ഏലിയന് ഏതാണ്ട് മനുഷ്യന്റെ അത്ര വലിപ്പം മാത്രമേ ഉള്ളൂ. ഈ ഏലിയനാണ് സ്പേസ്ഷിപ്പിന്റെ ക്യാപ്റ്റൻ. USA-യിലുള്ള ഭൂരിഭാഗം സിറ്റികളെയും ഇതിനോടകം വെച്ച് തന്നെ ക്യാപ്റ്റൻ നശിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് സ്പേസ്ഷിപ്പ് തിരിച്ചു. ഈ സമയം മാർക്കും കൂട്ടരും ഒരു വിചിത്രമായ ചാമ്പറിലായിരുന്നു. അവിടെ മുൻപ് പിടിച്ച ഒരുപാട് മനുഷ്യരെ കിടപ്പുണ്ട്. ഒരു റോബോട്ട് വന്നിട്ട് നേരത്തെ മറ്റേ റോബോട്ട് ചെയ്തതുപോലെ മനുഷ്യരെ കൊന്ന് അവരുടെ തലച്ചോറുകൾ ശേഖരിക്കുകയാണ്. ഇടയ്ക്ക് അത് മാർക്കിനെയും പിടികൂടി. മാർക്കാണെങ്കിൽ പെട്ടെന്ന് അതിനെ വെടിവെച്ചു. അപ്പോൾ റോബോട്ട് മാർക്കിനെ പിടിച്ച് തൂക്കിയെറിഞ്ഞു. സ്പേസ്ഷിപ്പിൽ നിന്നും വേസ്റ്റ് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് ബിന്നിലാണ് മാർക്ക് ചെന്ന് വീണത്. അങ്ങനെ വേസ്റ്റിന്റെ കൂടെ അവനും പുറന്തള്ളപ്പെട്ടു. ഭാഗ്യത്തിന് അവന് ഷിപ്പിന്റെ ഒരു തൂണിൽ പിടികിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അവൻ വീണ്ടും തിരിച്ച് ഷിപ്പിനകത്ത് കയറി. ബാക്കിയുള്ളവരെയും തേടി ഷിപ്പിലൂടെ നടക്കുന്നതിനിടയിൽ മാർക്ക് ഫാക്ടറി പോലത്തെ ഒരു ചാമ്പറിലെത്തി. അപ്പോഴാണ് ഒരു സത്യാവസ്ഥ മനസ്സിലാകുന്നത്. സംഭവം ഈ സ്പേസ്ഷിപ്പിന്റെ ക്യാപ്റ്റൻ മാത്രമാണ് ശരിക്കുമുള്ള ഏലിയൻ. അതായത് നേരത്തെ കണ്ട തടിയൻ റോബോട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഏലിയൻ. ബാക്കി എല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഏലിയന്റെ രൂപത്തിലുള്ള വെറും റോബോട്ട്സ് മാത്രമാണ്. ഈ ഫാക്ടറിയിലാണ് ആ റോബോട്ട്സിനെയൊക്കെ നിർമ്മിക്കുന്നത്. റോബോട്ട്സിന്റെ തലയിൽ CPU-ന് പകരം മനുഷ്യരുടെ ബ്രെയിൻസ് ആണ് വെച്ചു കൊടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യരുടെ ബ്രെയിൻസ് ശേഖരിക്കുന്നത്. റോബോട്ട്സിന് തലച്ചോറ് ഘടിപ്പിക്കുമ്പോൾ അവരുടെ പഴയ ഓർമ്മകളൊക്കെ മാഞ്ഞു പോകും. പിന്നെ അവര് ക്യാപ്റ്റൻ ഏലിയന്റെ അടിമയാണ്. സത്യം മനസ്സിലാക്കിയ മാർക്ക് ശരിക്കും അന്തം വിട്ടുപോയി. ശേഷം മാർക്ക് വീണ്ടും ഷിപ്പിലൂടെ നടന്നു. ഇടയ്ക്ക് മറ്റൊരു മുറിയിലെത്തിയപ്പോൾ അവിടെ കുറെ ഏലിയൻ മുട്ടകൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. പക്ഷെ ആ മുട്ടയ്ക്കുള്ളിൽ മനുഷ്യ കുഞ്ഞിന്റെ രൂപമാണ് കാണിക്കുന്നത്. അത് കണ്ട് മാർക്ക് വീണ്ടും അത്ഭുതപ്പെട്ടു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ നേരത്തെ കണ്ടതുപോലത്തെ ടെന്റക്കിൾസ് ഉള്ള ഒരു ഏലിയൻ റോബോട്ട് അവനെ ആക്രമിക്കാൻ വന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് അവിടെ ഡ്രേക്ക് എന്നൊരു റോബോട്ട് എത്തി. സാധാരണ മറ്റു റോബോട്ട്സിന്റെയൊക്കെ കണ്ണുകൾക്ക് നീല നിറമാണ്, എന്നാൽ ഡ്രേക്കിന്റേത് ചുവപ്പാണ്. അപ്പോൾ ഡ്രേക്ക് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ഡ്രേക്ക് വന്ന് ടെന്റക്കിൾസ് ഉള്ള റോബോട്ട്സിനെ കൊന്നുകളഞ്ഞു. എന്നാൽ അപ്പോൾ വീണ്ടും കുറെ ടെന്റക്കിൾ റോബോട്ട്സ് വരുന്നത് കണ്ടു. അതുകൊണ്ട് ഡ്രേക്ക് മാർക്കിനെയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നിട്ടൊരു ചെറിയ ചാമ്പറിൽ ചെന്ന് ഒളിച്ചിരുന്നു. ടെന്റക്കിൾ റോബോട്ട്സ് പോയ ശേഷം ഡ്രേക്ക് മാർക്കിനെയും കൊണ്ട് മറ്റൊരു സീക്രട്ട് ചാമ്പറിൽ പോയി. നോക്കിയപ്പോൾ അവിടെ ലൂസി എന്നൊരു പ്രഗ്നന്റ് ആയ സ്ത്രീ ഉണ്ടായിരുന്നു. അവള് വെറും 3 മാസം പ്രഗ്നന്റ് ആണ്. എന്നിട്ടും ഇപ്പോൾ പ്രസവിക്കാൻ പോവുകയാണ്. നീല ലൈറ്റ് വന്നടിച്ചത് കാരണമാണ് അവളുടെ ഉള്ളിലുണ്ടായിരുന്ന കുഞ്ഞ് ഇത്രയും വളർന്നതെന്നാണ് അവൾ പറയുന്നത്. ഇതേപോലെ പ്രഗ്നന്റ് ആയ വേറെയും ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ടെന്റക്കിൾ റോബോട്ട്സ് വന്ന് കൊന്നുകളഞ്ഞു. എന്നിട്ട് അവരുടെ കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ടുപോയി. ആ കുഞ്ഞുങ്ങളെയാണ് നേരത്തെ മുട്ട പോലെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടത്. ഭാഗ്യത്തിന് ലൂസിയെ ഡ്രേക്ക് വന്ന് രക്ഷിച്ചു. ഡ്രേക്ക് യഥാർത്ഥത്തിൽ അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. അവന്റെ ബ്രെയിനെ ഏലിയൻ റോബോട്ടിൽ ഘടിപ്പിച്ചപ്പോൾ അവന് ഓർമ്മകൾ നഷ്ടമായില്ല. അതിനാൽ അവൻ ക്യാപ്റ്റൻ ഏലിയന്റെ അടിമയുമായില്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം മാർക്കിന്റെ സഹായത്തോടെ ലൂസി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഉടൻ തന്നെ ലൂസി മരിച്ചു പോവുകയും ചെയ്തു. ശേഷം എന്റെ മകനെ കണ്ടെത്താൻ സഹായിച്ചാൽ ഈ കുഞ്ഞിനെ തീർച്ചയായും ഞാൻ സംരക്ഷിച്ചോളാമെന്ന് മാർക്ക് പറഞ്ഞു. ഡ്രേക്ക് അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഡ്രേക്ക് മാർക്കിനെയും കൊണ്ട് അവിടുന്ന് പോയി. ഈ സമയം ജെയിംസിനെയും ലൂണയെയും ഒരുപാട് ഉയരം കൂടിയ ഒരിടത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയായിരുന്നു. അവളുടെ ഒരു ഫ്ലെയറും കൂടെയുണ്ട്. അതുപയോഗിച്ച് അവര് വിദഗ്ധമായിട്ട് കെട്ടൊക്കെ പൊട്ടിച്ച് സ്വതന്ത്രരായി. എന്നിട്ട് സൈഡിൽ കണ്ട സ്റ്റേഴ്സിലൂടെ താഴോട്ടിറങ്ങി വന്നു. അതിനിടയിൽ സാർജിനെയും ഒരിടത്ത് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ഇവിടെ ഡ്രേക്ക് മാർക്കിനെയും കൊണ്ട് ആയുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന ചാമ്പറിൽ പോയി. എന്നിട്ട് കയ്യിൽ ഘടിപ്പിക്കുന്ന കത്തി പോലത്തെ ഒരു ആയുധം മാർക്കിന് നൽകി.
ശേഷം ഡ്രേക്ക് മാർക്കിനെയും കൊണ്ട് കൺട്രോൾ റൂമിൽ പോയി. ഭാഗ്യത്തിന് അവിടെ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നില്ല. കൺട്രോൾ റൂമിലെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഡ്രേക്ക് ഷിപ്പ് നിറയെ ബോംബുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഒപ്പം ജെയിംസ് എവിടെയാണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് ക്യാപ്റ്റൻ അവിടെ എത്തിയത്. പെട്ടെന്ന് ഡ്രേക്ക് ഒരു ലിഫ്റ്റ് ഓപ്പൺ ആക്കി മാർക്കിനെ അതിനകത്ത് കയറ്റിവിട്ടു. എന്നിട്ട് ഏലിയനുമായിട്ട് ഫൈറ്റ് ചെയ്തു. മാർക്കാണെങ്കിൽ ലിഫ്റ്റിലൂടെ നേരെ ജെയിംസിന്റെ പക്കലാണ് ചെന്നിറങ്ങിയത്. ജെയിംസും ലൂണയും കൂടെ അപ്പോഴേക്കും സാർജിനെ രക്ഷപ്പെടുത്തിയിരുന്നു. അവര് 3 പേരും കൂടെ താഴോട്ടിറങ്ങി വരുന്നത് താഴെ നിന്ന് മാർക്ക് കണ്ടു. അങ്ങനെ വരുന്നതിനിടയിൽ ഒരു ടെന്റക്കിൾ റോബോട്ട് വന്ന് ജെയിംസിനെ ആക്രമിച്ചു. മാർക്ക് കുഞ്ഞിനെ നിലത്ത് വെച്ചിട്ട് വേഗം മുകളിലേക്ക് കയറിപ്പോയി. പക്ഷെ അവൻ മുകളിലെത്തുന്നതിന് മുന്നേ റോബോട്ട് ജെയിംസിന്റെ ബ്രെയിൻ എടുത്തിട്ട് ജെയിംസിന്റെ ശരീരത്തിനെ വലിച്ചെറിഞ്ഞു. പിന്നെ അത് ലൂണയെ ആക്രമിക്കാൻ നിന്നതും മാർക്ക് ഓടിവന്ന് അതിനെ ആക്രമിച്ചു. നേരത്തെ കിട്ടിയ പുതിയ ഏലിയൻ കത്തി ഉപയോഗിച്ച് മാർക്ക് ആ റോബോട്ടിനെ നിസ്സാരമായിട്ട് കൊന്നുകളഞ്ഞു. ഈ സമയം ഇവിടെ ഡ്രേക്ക് ക്യാപ്റ്റനുമായിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ ക്യാപ്റ്റൻ ഡ്രേക്കിനെ കൊന്നുകളഞ്ഞിട്ട് അവിടുന്ന് പോയി. പക്ഷേ യഥാർത്ഥത്തിൽ ഡ്രേക്ക് മരിച്ചതുപോലെ അഭിനയിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ മാർക്കിനെയും കൂട്ടരെയും ആക്രമിക്കാനാണ് പോയത്. വന്ന ഉടനെ ക്യാപ്റ്റൻ സാർജിനെ കുത്തി പരിക്കേൽപ്പിച്ചു. എന്നിട്ട് മാർക്കിനെ ആക്രമിക്കാൻ നിന്നതും ഡ്രേക്ക് കൺട്രോൾ റൂമിൽ ചെന്ന് ബോംബുകളെ ആക്ടിവേറ്റ് ചെയ്തു. ഉടനെ സ്പേസ്ഷിപ്പിൽ വലിയൊരു വിസ്ഫോടനം സംഭവിച്ചു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്പേസ്ഷിപ്പ് തായ്ലൻഡിന് സമീപം വന്ന് പതിച്ചു. അത് അകലെ നിന്ന് സഹോദരങ്ങളായ കാനിയും ചാൾസും കണ്ടു. അവര് യഥാർത്ഥത്തിൽ ഒരു വലിയ ഗ്യാങ്ങിന്റെ ലീഡേഴ്സ് ആണ്. അതുകൊണ്ട് അവരുടെ തോക്കുകളൊക്കെയുണ്ട്. ഷിപ്പിലെന്ന് വല്ലതും അടിച്ചു മാറ്റാമെന്ന് കരുതി അവര് വേഗം ഷിപ്പ് വന്ന് വീടിനടുത്തേക്ക് ഓടി. ഈ സമയം ഷിപ്പിനകത്ത് വെള്ളം നിറഞ്ഞ ഒരു ചാമ്പറിൽ നിന്നതുകൊണ്ട് മാർക്കും കൂട്ടരും രക്ഷപ്പെട്ടു. പിന്നെ അവര് കുഞ്ഞിനെയും എടുത്തോണ്ട് ഷിപ്പിൽ നിന്ന് പുറത്തു കടന്നു. ക്യാപ്റ്റനും ചത്തിട്ടില്ല. അവൻ എണീറ്റ് വീണ്ടും കൂടുതൽ റോബോട്ട്സിനെ ഉണ്ടാക്കാൻ തുടങ്ങി. ഒപ്പം സ്പേസ്ഷിപ്പിനെ വീണ്ടും പഴയതുപോലെ ആക്കുകയും ചെയ്തു. ഈ സമയം മാർക്കും കൂട്ടരും വയലുകളിലൂടെ നടക്കുകയായിരുന്നു. അവർക്ക് ഈ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്നും അറിയില്ല. കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ പനിക്കുന്നുണ്ട്. എത്രയും വേഗം ഒരു ഡോക്ടറിനെ കാണിക്കണം. അങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ നടക്കുന്നതിനിടയിൽ നേരത്തെ പറ്റിയ മുറിവിൽ നിന്നും രക്തം വാർന്ന് സാർജ് മരിച്ചുപോയി. അപ്പോഴാണ് അതുവഴി സഹോദരങ്ങൾ വന്നത്. എത്രയും വേഗം കുഞ്ഞിനെ ഒരു ഡോക്ടറിനെ കാണിക്കണമെന്ന് മാർക്ക് പറഞ്ഞു. കുഞ്ഞിനെ കണ്ടപ്പോൾ ദയ തോന്നി അവരെ സഹായിക്കാമെന്ന് സഹോദരങ്ങൾ തീരുമാനിച്ചു. പിന്നെ മാർക്കും ലൂണയും കുഞ്ഞിനെയും കൊണ്ട് സഹോദരങ്ങൾക്കൊപ്പം പോയി. ഡോക്ടറിനെ കാണാൻ വേണ്ടി ടൗണിലേക്കാണ് അവര് പോയത്. പക്ഷേ പോകുന്ന വഴിക്ക് ടൗണിൽ ഒരുപാട് ഏലിയൻ റോബോട്ട്സ് വന്ന് ആൾക്കാരെയൊക്കെ ആക്രമിക്കുന്നത് അവരെ അകലെ വെച്ച് തന്നെ കണ്ടു. അപ്പോൾ ടൗണിൽ പോകുന്നത് ഡേഞ്ചറസ് ആണെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ചാൾസ് എല്ലാവരെയും കൊണ്ട് സമീപമുള്ള കാട്ടിലൂടെ നടന്നു. രാത്രിയായപ്പോൾ അവര് ഒരിടത്ത് ക്യാമ്പ് കൂട്ടി തങ്ങി. ശേഷം തീയൊക്കെ കൂട്ടി ആഹാരവും വെച്ച് കഴിച്ചു. സ്പേസ് ഷിപ്പിനകത്ത് കണ്ട കാര്യങ്ങളൊക്കെ മാർക്ക് സഹോദരങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അതൊക്കെ കേട്ടപ്പോൾ സഹോദരങ്ങൾ അത്ഭുതപ്പെട്ടു. ശേഷം ഈ കുഞ്ഞിന് എന്തെങ്കിലും പേര് നൽകാൻ കാനിയെ പറഞ്ഞു. അങ്ങനെ മാർക്ക് കുഞ്ഞിന് റോസ് എന്ന് പേര് നൽകി. കാരണം റോസ് അവന്റെ മരിച്ചുപോയ ഭാര്യയുടെ പേരാണ്. അടുത്ത ദിവസം രാവിലെ ഉറക്കമെണീറ്റ് നോക്കിയപ്പോൾ റോസ് ഒരുപാട് വളർന്നിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടാൽ 2 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടെന്ന് തോന്നും. സംഭവം റോസ് റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം സഹോദരങ്ങൾ ബാക്കിയുള്ളവരെയും കൊണ്ട് പുരാതനമായ ഒരു ക്ഷേത്രത്തിൽ പോയി. ഈ ക്ഷേത്രത്തിന്റെ അടിയിൽ ചാൾസിന് ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ട്. എല്ലാവരെയും കൊണ്ട് ചാൾസ് ബേസിൽ കയറി. അപ്പോഴാണ് മാർക്കിനും ലൂണയ്ക്കും ഒരു കാര്യം മനസ്സിലായത്. സംഭവം ഈ സഹോദരങ്ങൾ ഡ്രഗ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു വലിയ ഗ്യാങ്ങിന്റെ ലീഡേഴ്സ് ആണ്. ഹാർപ്പർ എന്നൊരു ഡോക്ടറാണ് ഡ്രഗ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഹാർപ്പർ റോസിന് പനി മാറാനുള്ള മരുന്ന് നൽകി. ശേഷം അവളുടെ രക്തമെടുത്ത് പരിശോധിച്ചു നോക്കി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. സംഭവം ഇവള് പൂർണ്ണമായും മനുഷ്യനല്ല. അവളുടെ DNA-യിൽ ഏലിയന്റെ DNA-യും കൂടി ചേർന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ മനുഷ്യന്റെയും ഏലിയന്റെയും DNA-കൾ തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ ഏലിയൻസ് പണ്ടേ തന്നെ ഭൂമിയിൽ വന്നിട്ടുണ്ടായിരിക്കും. അവര് തന്നെയായിരിക്കും മനുഷ്യരെ നിർമ്മിച്ചത്. ഇതേപോലെ പിന്നെ ഒരിക്കൽ വന്ന് മനുഷ്യരുടെ ബ്രെയിൻസ് ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അന്ന് ഏലിയൻസ് മനുഷ്യരെ ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് ഹാർപ്പറിന്റെ സിദ്ധാന്തം. പിന്നെ മാർക്ക് ഡ്രേക്കിന്റെ കാര്യം ഹാർപ്പറിനോട് പറഞ്ഞു. ഒരാൾക്ക് അങ്ങനെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെങ്കിൽ മറ്റ് റോബോട്ട്സിന്റെയും ഓർമ്മകൾ തീർച്ചയായും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മാർക്ക് കരുതുന്നത്. അത് കേട്ടപ്പോൾ മാർക്ക് പറയുന്നത് ശരിയാണെന്ന് ഹാർപ്പറിനും തോന്നി. അങ്ങനെ ഹാർപ്പർ ചെന്ന് വീണ്ടും അതിനെക്കുറിച്ച് പഠനം നടത്താൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ റോസ് വീണ്ടും കൂടുതൽ വളർന്നിട്ടുണ്ടായിരുന്നു. ഹാർപ്പർ ആണെങ്കിൽ റോസിന്റെ DNA ഉപയോഗിച്ച് പുതിയൊരു കെമിക്കൽ ഡെവലപ്പ് ചെയ്തു. ഈ കെമിക്കലിനെ കൊണ്ട് സ്പേസ്ഷിപ്പിലെ നീല ലൈറ്റ് വരുന്ന യന്ത്രത്തിൽ കുത്തിവെക്കണം. എന്നിട്ട് ആ യന്ത്രം ഓൺ ചെയ്താൽ അതിൽ നിന്നും വരുന്ന ലൈറ്റ് കാണുന്നതും റോബോട്ട്സിനെല്ലാം അവരുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടും. അങ്ങനെ മാർക്കും ചാൾസും പിന്നെ വേറെയും കുറച്ചു പേര് ചേർന്ന് സ്പേസ്ഷിപ്പിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി.
ഈ സമയം ലൂണയും കാനിയയും കൂടെ പുറത്തു നിൽക്കുകയായിരുന്നു. അതിനിടയിൽ നേരത്തെ കണ്ടതുപോലത്തെ ഒരു വലിയ തടിയൻ റോബോട്ട് അവരെ ആക്രമിക്കാൻ വന്നു. രണ്ടുപേരും അതിനെ പല രീതിയിലും ആക്രമിച്ചു. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അതിനെ കാര്യമായ പരിക്കുകളൊന്നും പറ്റുന്നില്ല. അവസാനം കാനിയ മറ്റുള്ളവരെയെങ്കിലും രക്ഷിക്കാമെന്ന് കരുതി റോബോട്ടിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ട് ബേസിൽ നിന്നും അകലേക്ക് ഓടി. അവള് പ്രതീക്ഷിച്ചതുപോലെ റോബോട്ട് അവളുടെ പിന്നാലെ പോയി. നിറയെ മൈൻഡ് ബോംബുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലത്തിലൂടെയാണ് അവൾ ഓടുന്നത്. അതിനാൽ ഇടയ്ക്ക് റോബോട്ട് ഒരു ബോംബിൽ ചവിട്ടി. റോബോട്ട് ബോംബിലെന്ന് കാലെടുത്തതും ആ ബോംബ് പൊട്ടിത്തെറിച്ച് റോബോട്ടിന് കാര്യമായ തകരാറ് പറ്റി. തൊട്ടു പിന്നാലെ കാന്യയും അബദ്ധത്തിൽ ബോംബിൽ ചവിട്ടി. ഇനി രക്ഷയില്ലെന്ന് തിരിച്ചറിഞ്ഞ കാന്യ പെട്ടെന്ന് ചാൾസിനെ വിളിച്ച് ഗുഡ് ബൈ പറഞ്ഞു. എന്നിട്ട് റോബോട്ട് അടുത്തെത്തിയതും അവള് കാലെടുത്തു. അങ്ങനെ ആ ബോംബ് പൊട്ടിത്തെറിച്ച് അവളും റോബോട്ടും കൊല്ലപ്പെട്ടു. ഈ വിസ്ഫോടനത്തിന്റെ സിഗ്നൽ കിട്ടിയതും ക്യാപ്റ്റൻ അത് അന്വേഷിക്കാൻ വേണ്ടി സ്പേസ്ഷിപ്പും കൊണ്ട് ക്ഷേത്രത്തിന് സമീപമെത്തി. അപ്പോൾ ചാൾസും കൂട്ടരും ഏലിയൻസിനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായി. അവര് ഫൈറ്റ് ചെയ്യുന്ന തക്കത്തിൽ മാർക്ക് സ്പേസ്ഷിപ്പിൽ കയറി കെമിക്കൽ കുത്തിവെക്കാമെന്നാണ് പ്ലാൻ. ചാൾസും കൂട്ടരും ചേർന്ന് ബേസിൽ മൊത്തം ട്രാപ്പുകൾ സെറ്റ് ചെയ്തു. മാർക്കാണെങ്കിൽ റോസിനെ ഹാർപ്പറിനെ ഏൽപ്പിച്ചിട്ട് ഒരു സീക്രട്ട് വഴിയിലൂടെ പുറത്തിറങ്ങിപ്പോയി. പുറത്ത് ഏലിയൻ റോബോട്ട്സ് ക്ഷേത്രം മൊത്തം തിരയുകയാണ്. കുറച്ചു കഴിഞ്ഞതും അവര് ബേസിൽ കയറാനുള്ള വഴി കണ്ടെത്തി. വഴിയിൽ ട്രാപ്സ് ഉണ്ടെന്നറിയാതെ വന്ന് ആ റോബോട്ട്സ് എല്ലാം ട്രാപ്സിൽ കുടുങ്ങി കൊല്ലപ്പെട്ടു. എന്നാൽ സ്പേസ്ഷിപ്പിൽ നിന്ന് വീണ്ടും കുറെ റോബോട്ട്സ് ഇറങ്ങി വന്നു. പിന്നെ ചാൾസിന്റെ ആൾക്കാരും ആ റോബോട്ട്സും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ തീ കത്തിച്ച് ആ റോബോട്ട്സിനെയൊക്കെ കൊന്നൊടുക്കി. ഇനി എന്തായാലും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അതുകൊണ്ട് ബേസിലുള്ള എല്ലാവരെയും ചാൾസ് സീക്രട്ട് വഴിയിലൂടെ പുറത്തു കൊണ്ടുവന്നു. അവര് പുറത്തു വന്ന ഉടനെ സ്പേസ്ഷിപ്പിൽ നിന്നും നീലപ്രകാശം വമിക്കാൻ തുടങ്ങി. എല്ലാവരും പെട്ടെന്ന് പ്രകാശത്തിനെ കാണാതിരിക്കാൻ മുഖം തിരിച്ചു നിന്നു. എന്നാൽ റോസിന്റെ ദേഹത്ത് ഏലിയൻ DNA ഉള്ളതിനാൽ ഈ നീലപ്രകാശം അവൾക്കൊരു പ്രശ്നമല്ല. ഭാഗ്യത്തിന് ഈ സമയം കൊണ്ട് മാർക്ക് ഏലിയൻസ് കാണാതെ നൈസായിട്ട് സ്പേസ്ഷിപ്പിൽ കയറി പറ്റി. നേരത്തെ ഡ്രേക്ക് ചെയ്തതിന്റെ ഓർമ്മയിൽ മാർക്ക് ലിഫ്റ്റിൽ കയറി കൺട്രോൾ സെന്ററിലെത്തി. അവിടെയാണ് നീല ലൈറ്റ് പുറപ്പെടുവിക്കുന്ന യന്ത്രം ഇരിക്കുന്നത്. അവൻ ചെന്ന് അതിനെ ഓഫാക്കി വെച്ചു. അപ്പോൾ ബേസിൽ നിന്ന് പുറത്തു വന്ന എല്ലാവരും ഓടി രക്ഷപ്പെടാൻ നോക്കി. എന്നാൽ ഉടനെ വലിയൊരു റോബോട്ട് സ്പേസ്ഷിപ്പിൽ നിന്നിറങ്ങി വന്നു. അതിന്റെ ഉള്ളിൽ ക്യാപ്റ്റൻ ആണ് ഇരിക്കുന്നത്. അതിനു പുറമെ വേറെയും ഒരുപാട് ചെറിയ റോബോട്ട്സും വന്നു. പിന്നെ എല്ലാവരും റോബോട്ട്സുമായിട്ട് പൊരിഞ്ഞ ഫൈറ്റായി. ഇടയ്ക്ക് ഒരു റോബോട്ട് റോസിനെ ആക്രമിക്കാൻ വന്നതും ഹാർപ്പർ ഓടി വന്ന് അവളെ രക്ഷിച്ചു. പക്ഷെ അതിനിടയിൽ അവൻ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സമയം ഷിപ്പിനകത്ത് മാർക്കിനെ ആക്രമിക്കാൻ ഒരു റോബോട്ട് വന്നു. പിന്നെ മാർക്ക് ആ റോബോട്ടുമായിട്ട് ഫൈറ്റായി. ഫൈറ്റിനിടയിൽ മാർക്കിന്റെ പോക്കറ്റിലിരുന്ന റിങ് തെറിച്ച് നിലത്ത് വീണു. ആ റിങ് യഥാർത്ഥത്തിൽ അവന്റെ മരിച്ചുപോയ ഭാര്യയുടേതാണ്. അത് കണ്ടതും റോബോട്ട് അറ്റാക്ക് ചെയ്യാതെ ഫ്രീസ് ആയതുപോലെ നിന്നു. ആ തക്കത്തിൽ മാർക്ക് റോബോട്ടിനെ പിടിച്ച് താഴെ തള്ളിയിട്ടു. എന്നിട്ട് കൂടുതൽ സമയം കളയാതെ മാർക്ക് കെമിക്കൽ എടുത്ത് യന്ത്രത്തിൽ കുത്തിവെച്ചു. ഉടനെ യന്ത്രത്തിന്റെ നിറം നീലയിൽ നിന്നും ചുവപ്പായി മാറി. പക്ഷേ നിർഭാഗ്യവശാൽ യന്ത്രം ചുവന്ന പ്രകാശം പുറത്തുവിടുന്നതിന് മുന്നേ ക്യാപ്റ്റൻ വന്ന ആ യന്ത്രത്തിനെ സ്പേസ്ഷിപ്പിൽ നിന്നും വലിച്ചിളക്കി കളഞ്ഞു. ശേഷം മാർക്ക് പുറത്തിറങ്ങി വന്നിട്ട് ബാക്കിയുള്ളവർക്കൊപ്പം നിന്ന് റോബോട്ട്സുമായിട്ട് ഫൈറ്റ് ചെയ്തു. അവര് കുറെ റോബോട്ട്സിനെ കൊന്നൊടുക്കി. അത് കണ്ട് ദേഷ്യം വന്ന ക്യാപ്റ്റൻ അവരെ ആക്രമിക്കാൻ വന്നതും മറ്റൊരു വലിയ റോബോട്ട് വന്ന് ക്യാപ്റ്റനെ ആക്രമിച്ചു. നോക്കിയപ്പോൾ അതിനുള്ളിൽ ജെയിംസ് ആണ് ഇരിക്കുന്നത്. സംഭവം നേരത്തെ ഷിപ്പിനകത്ത് വെച്ച് ഫൈറ്റ് ചെയ്ത റോബോട്ട് യഥാർത്ഥത്തിൽ ജെയിംസ് ആയിരുന്നു. മാർക്കിന്റെ റിങ് കണ്ടപ്പോഴാണ് അവന് ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയത്. എന്തായാലും അവൻ വലിയ റോബോട്ടിനെ ഉപയോഗിച്ച് ക്യാപ്റ്റനുമായിട്ട് ഫൈറ്റ് ചെയ്തു. ക്യാപ്റ്റൻ ജെയിംസിനേക്കാൾ കൂടുതൽ പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ജെയിംസിനെ ഇടിച്ച് റൊട്ടിയാക്കുകയാണ്. ജെയിംസിനെ സഹായിക്കാൻ മാർക്ക് ഒരു റോക്കറ്റ് ലോഞ്ചർ എടുത്ത് ക്യാപ്റ്റനെ വെടിവെച്ചു. ഈ സമയവും ബാക്കിയുള്ളവര് മറ്റു റോബോട്ട്സുമായിട്ട് ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു. റോസ് ആണെങ്കിൽ എല്ലാവർക്കും ഇടയിലൂടെ നടക്കുകയാണ്. ചുറ്റും സംഭവിക്കുന്ന ഫൈറ്റ് ഒന്നും അവള് കാര്യമാക്കുന്നില്ല. അങ്ങനെ അവള് ചെന്ന് നേരത്തെ ക്യാപ്റ്റൻ വലിച്ചിളക്കി കളഞ്ഞ യന്ത്രത്തിൽ തൊട്ടു. ഉടനെ ആ യന്ത്രം ആക്ടിവേറ്റ് ആയി. അത് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ റോസിനെ കൊല്ലാൻ വേണ്ടി ഓടി വന്നു. പെട്ടെന്ന് മാർക്ക് വന്ന് അവളെ രക്ഷിച്ചു. തൊട്ടു പിന്നാലെ ജെയിംസ് വന്ന് ക്യാപ്റ്റനെ ഇടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് യന്ത്രമെടുത്ത് ക്യാപ്റ്റനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അതോടൊപ്പം യന്ത്രത്തിൽ നിന്നും ചുവന്ന ലൈറ്റ് വമിക്കുകയും ചെയ്തു. ആ ലൈറ്റ് കണ്ടതും എല്ലാ റോബോട്ട്സിനും ഓർമ്മകൾ തിരിച്ചു കിട്ടി. അങ്ങനെ ഏലിയൻസുമായുള്ള യുദ്ധം അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്തു കാണിക്കുന്നത്. റോസ് ഇപ്പോൾ വലിയ പെണ്ണായിട്ട് മാറിയിരിക്കുകയാണ്. മാർക്കും കൂട്ടരും ചേർന്ന് ഏലിയന്റെ സ്പേസ്ഷിപ്പിനെ ശരിയാക്കി. റോസ് ആണ് ആ സ്പേസ്ഷിപ്പിന്റെ പുതിയ ക്യാപ്റ്റൻ. സ്പേസ്ഷിപ്പിലുള്ള ഡീറ്റെയിൽസ് ഉപയോഗിച്ച് റോസ് ഏലിയന്റെ ഹോം പ്ലാനറ്റ് കണ്ടെത്തി.
അതിനു പുറമെ പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടെ മനസ്സിലാക്കി. എന്താണെന്നാൽ ഇനിയും ഏലിയൻസ് ഭൂമിയെ ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റോസിന്റെ നേതൃത്വത്തിൽ ഏലിയൻസിനെ മൊത്തം നശിപ്പിച്ച് കളയാൻ വേണ്ടി ഭൂമിയിൽ നിന്നും കുറെ പേര് ഏലിയൻ പ്ലാനറ്റിലേക്ക് പോയി. അങ്ങനെ അവര് അവിടെ ചെന്ന് ഏലിയൻസുമായിട്ട് യുദ്ധം ചെയ്യുന്ന രംഗത്തോടെ സിനിമ അവസാനിക്കുകയാണ്.